ഹായ് ഓൾ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്യൂഷൻ ക്ലാസ്സിന്റെ അപ്ഡേറ്റുമായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിഗിൻ ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷിന്റെ ചേസസ് ടു ദ എലിസബത്ത് ഏജ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിന്റെ ട്യൂഷൻസ് ആണ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻഫോടെക് ആൻഡ് സെലൻഡിസ് അക്കാഡമിയുടെ ഒരു കൊളാബറേഷനിലൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകളെല്ലാം എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ചേസസ് ടു ദ എലിസബത്ത് ഏജ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ MA ഇംഗ്ലീഷിന്റെ ചേസസ് ടു ദ എലിസബത്ത് ഏജ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് 4 യൂണിറ്റ്സ് ആയിരുന്നു. ബ്ലോക്ക് 1ന്റെ പേര് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന യൂണിറ്റ്സ് യൂണിറ്റ് 1 സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, യൂണിറ്റ് 2 പോയട്രി, യൂണിറ്റ് 3 ഡ്രാമ ആൻഡ് യൂണിറ്റ് 4 പ്രോസ് ആൻഡ് ഫിക്ഷൻസ്. യൂണിറ്റ് 1 നമ്മൾ നോർമൻ കോൺക്വസ്റ്റ്, റിനൈസൻസ് ആൻഡ് സം ഓഫ് ദ വാർസ് ഇതിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മേജറായിട്ട് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ ടോപ്പിക് ഓവർവ്യൂസ് എല്ലാം ഞാൻ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് യൂണിറ്റ് 2 പോയട്രി ആണ്. പോയട്രിക്കകത്ത് നമുക്ക് മേജറായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് ജെഫ്രി ചോസന്റെ ലൈഫ് സ്പാൻ ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെട്ടത്, അദ്ദേഹം എങ്ങനെയാണ് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഉന്നതിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ അതിൻ്റെ അകത്ത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടാകുന്നു, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഈ സ്ലൈഡ്സും അതുപോലെ തന്നെ ഈ ക്ലാസ്സും മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമായിരിക്കും. ഷോർട്ട് ട്യൂഷൻ ക്ലാസ്സസ് ആയിരിക്കും. വളരെ വാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് എലാബറേഷനോ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിത്തിൻ 10-20 മിനിറ്റ്സിൽ ഓരോ യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ തേർഡ് യൂണിറ്റ് വാസ് ഡ്രാമ. ഡ്രാമ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്തത് ഫോർമേഷൻ ഓഫ് ഡ്രാമ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഡ്രാമാസ് എത്തിയത്, അതുപോലെ തന്നെ ഡ്രാമാസ് പിന്നെ എങ്ങനെയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് പുതിയ പുതിയ തലത്തിലേക്ക് എത്തി, എന്തെല്ലാമാണ് അതിന്റെ സബ് ഡിവിഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രാമ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ് വാസ് പ്രോസ് ആൻഡ് ഫിക്ഷൻ. പ്രോസ് എന്ന് പറയുന്നത് ഗദ്യവും ഫിക്ഷൻ എന്ന് പറയുന്നത് നോവലുമാണ്. സോ അതിന്റെ ഏർലി ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ബൈബിൾ ട്രാൻസ്ലേഷൻ ആണ്. ലാറ്റിൻ ബൈബിളിൽ നിന്ന് ഇംഗ്ലീഷ് ബൈബിളിലേക്കുള്ള കൺവേർഷൻ, അതുപോലെ തന്നെ ഗ്രീക്ക് റോമൻ പുസ്തകങ്ങളെല്ലാം റെഫർ ചെയ്ത് ഇംഗ്ലീഷ് ബൈബിളാക്കി മാറ്റിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ മെജോറിറ്റി ആയിട്ട് നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ യൂണിറ്റ് 4ന്റെ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന 3 റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. സർ തോമസ് മോർ, ജോൺ വൈക്ലിഫ് ആൻഡ് വില്യം ടിൻഡൻ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്മെന്റിന് ഇവർക്ക് 3 പേർക്കും ഉണ്ടായ കോൺട്രിബ്യൂഷൻസ്, ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഇവർ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, ഇതിൽ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. സോ ഈ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെലൻഡിസ് അക്കാഡമിയിൽ ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക്സ് താഴെ യൂണിറ്റ് ബേസിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും എക്സാംസിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ പഠിക്കാൻ തോന്നുന്നു ആ ക്ലാസ്സസ് എല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് സെലൻഡിസ് അക്കാഡമി വഴി. ബ്ലോക്ക് വൈസ് കംപ്ലീഷൻ കഴിയുമ്പോഴത്തേനും ഓവർവ്യൂ ഓഫ് ദി ചാപ്റ്റേഴ്സ് എല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഫോടെക് എന്ന് പറയുന്ന ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് ക്ലാസ്സസ് എല്ലാം ആക്സസ് ചെയ്ത് പഠിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.